അനാദിനാഥനേശുവൻ ധനം അന്യനാം ഭൂവിലെന്നാൽ ധന്യനാ ഞാൻ ക്രിസ്തുവിൽ സദാ. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥനേശുവൻ ധനം അന്യനാം ഭൂവിലെന്നാൽ ധന്യനാ ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനാം ഭൂവിലെന്നാൽ ധന്യനാ ഞാൻ ക്രിസ്തുവിൽ സദാ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി അപ്പ, നന്ദി നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം അവിടുത്തെ പകല ദാനമായി തന്നെ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്കുള്ളതിനെയും എല്ലാം സമ്പൂർണ്ണമായ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ തരികയപ്പ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും ഏൽപ്പിക്കുക. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിലോട്ട് തരുന്ന കർത്താവേ. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് നൽകിത്തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യഭാരങ്ങളുമായി കർത്താവിൻ്റെ പാദപീഠത്തിലോട്ടാണ് കടന്നു വരുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ കർത്താവ്. ഇന്ന് വരെ ഞങ്ങളെ അത്ഭുതം അതിശയമായി നടത്തിയ കർത്താവേ, വീണ്ടും നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ഭവനം പരിസരം ഏൽപ്പിക്കും. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, ജോലി, കുടുംബജീവിതം, തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം സ്തോത്രത്തോടെ നന്ദിയോടെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാറ്റിൻ്റെ മേലും അവിടുത്തെ കരുണയും സ്നേഹവും ഉള്ളതോർത്ത് നന്ദി പറയട്ടെ. ഞങ്ങൾക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. ഞങ്ങളെ വലങ്കരത്തിൽ പിടിച്ച് നടത്തുന്ന ദൈവമാണ്. ആമേൻ. ഞങ്ങൾക്ക് ദൃഷ്ടി വെച്ച് ആലോചന തരുന്ന ദൈവമാണ്. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, മറക്കാത്ത ദൈവം, ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടി തന്നെ ഞങ്ങളെ പോഷിപ്പിക്കുന്ന ദൈവം. എത്ര നല്ലവൻ, എത്ര വലിയവനാപ്പ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ബലമുള്ള കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു കർത്താവേ. സമയം ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, സൗഖ്യത്തോടെ കാത്തുകൊള്ളണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ, ജയത്തോടെ അവരെ നടത്തണമേ. പ്രത്യേകിച്ച് ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്കായിരിക്കുന്നവർ, OITയും IELTSഉം പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവ്, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കളെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാടും വീടും വിട്ട് വിദൂരതകളിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളില്ലാത്ത സ്ഥാനത്ത് സ്വർഗത്തിലെ അപ്പച്ചൻ കൂടെ നിൽക്കണം. ദുഷ്ടപിശാച് കാണാതുള്ളവരെ മറച്ചുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവഭയത്തിലും ഭക്തിയിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാൻ ഇടയാക്കണമേ. പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവിനെ ഭയപ്പെട്ട് ജീവിപ്പാനും പഠിപ്പാനും ഒക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെ സഹായിക്കണേ, സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. കർത്താവ് വേണ്ടുന്ന നല്ല ദാനങ്ങളെ കൊടുത്ത് പോഷിപ്പിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവ്, ഈ സമയഹാലിൽ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, സമാധാനത്തോടെ കാത്തുകൊള്ളണേ. ദൈവകൃപയിൽ ജീവിപ്പാൻ ഇടയാക്കണമേ. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഹല്ലേലൂയ വിവാഹ ജീവിതത്തിൽ പ്രവേശിപ്പാൻ സ്വർഗം തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി. സ്തോത്രം, സ്തോത്രം കർത്താവെ. തുടർന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില മക്കളുണ്ട് കർത്താവെ. അവർക്കും സ്വർഗം ഉത്തമമായ വിവാഹം നടക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ സ്വർഗം തുടച്ചാട്ട് കർത്താവെ. സ്തോത്രം, സ്തോത്രം. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട മഹത്വമേറിയ സാക്ഷ്യം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിച്ചു കൊള്ളണേപ്പാ. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. മാസം തികയോളം കൂടിയിരുന്നാട്ടപ്പാ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രമപ്പാ. ഞങ്ങളുടെ ഉപജീവനമാർഗമെന്ന് തരട്ട് കർത്താവേ. വാഴ്ച അനുഗ്രഹിക്കണമേ, വാഴ്ച അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, ദിനംതോറും വേണ്ടുന്നത് പോഷിപ്പിക്കണമേ. കഷ്ടവും സങ്കടവും കൂടാതെ ജീവിപ്പാൻ ഇടയാക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. തൃപ്തിയോടെ, സന്തോഷത്തോടെ, ദൈവകൃപയോടെ ജീവിപ്പാൻ തൻ്റെ മക്കൾക്കും സഹായിക്കണം. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണം. പോക്കില്ല, വരവില്ല, വാഹനത്തിൽ, വഴിയിലെല്ലാം കൂടിയിരിക്കണം. വാഹനം ഓടിക്കുന്ന മക്കളെ പ്രത്യേകിച്ച് ഓർക്കുകയാണ് തമ്പുരാനെ.
പൊരുകരം ചേർത്ത് പിടിച്ചോണേപ്പാ, ആപത്തനർത്ഥത്തിൽ നിന്ന് വിടുവിച്ചു കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യാത്ര ചെയ്യുന്നതല്ല മക്കളെയും ഓർക്കുന്നു. കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, ആകാശം കയറി യാത്ര ചെയ്യുന്നവർ, കടലിൽ കൂടി യാത്ര ചെയ്യുന്നവർ എല്ലാം ഞങ്ങൾ ഓർക്കുകയാ. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എല്ലാവരെയും പരിപാലിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അങ്ങയുടെ സന്നിധിയിൽ അറിയിപ്പാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഇന്നുവരെയും ഞങ്ങൾക്ക് അങ്ങനെയായിരിക്കാൻ സഹായിച്ചല്ലോ. പിന്നെയും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാ. ഞങ്ങളത് കണ്ണാലെ കണ്ടവരാ, ഞങ്ങളത് തിരിച്ചറിഞ്ഞതാ, ഞങ്ങൾ രുചിച്ചറിഞ്ഞതാപ്പാ. നന്ദിയപ്പാ, നന്ദി കർത്താവ്. ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ലപ്പാ, അവിടുത്തെ വിലയേറിയ കരുണയും സ്നേഹവുമായി ഇന്നുവരെ ഞങ്ങളായിരിക്കുന്നത്. കർത്താവേ, കൃപയ്ക്കായി, കരുണയ്ക്കായി, സ്നേഹത്തിനായി നന്ദി. സ്തോത്രം കർത്താവേ. വീണ്ടും ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ രോഗികളുമായ തിരുമുൻപാകെ കടന്നു വരുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവരോട് മനസ്സലിയണമേ. അപ്പോൾ ആ സൗഖ്യം കാത്തു കിടക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി അത്ഭുത സൗഖ്യം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ICUയിലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട് കർത്താവേ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളുണ്ട് കർത്താവേ. എപ്രകാരം എങ്ങനെയൊന്നും അടിയൻ അറിയത്തില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുക. അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുടെ മേൽ തമ്പുരാൻ്റെ കരുണയുടെ കരം ഇറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ച മുതൽ പാദം വരെ തലോടുമാറാകണം. സകല കേടുപാടും എടുത്ത് മാറ്റി സമാധാനവും സൗഖ്യമുള്ളവരായി ആശുപത്രി മുറിവിട്ട് ഭവനത്തിൽ കടന്നു ചെല്ലുവാൻ സ്വർഗം സഹായിക്കുമാറാകണം. ഓരോ മക്കളുടെയും വേദനയും കഷ്ടവും സങ്കടം അറിഞ്ഞ് സ്വർഗം പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ നിലവിളിക്ക് മറഞ്ഞിരിക്കാത്തൊരു ദൈവം ജീവിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുക. കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിവേദനയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളോട് മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ICUയിലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ ക്യാൻസർ രോഗികളോട് കരുണ തോന്നണമേ. കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയും മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, കർത്താവേ സ്തോത്രം. ഉറക്കമില്ലാത്ത അനേക ജീവിതങ്ങളുണ്ട് കർത്താവേ. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്നു. കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ സ്വർഗത്തിലെ ദൈവമേ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവേ. സ്തോത്രം. ആസ്മ രോഗികളുണ്ട്, തൈറോയിഡ് ഉള്ളവരുണ്ട്, അലർജി ഉള്ളവരുണ്ട്, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവരുണ്ട് കർത്താവേ. ശരീരത്തിലെ ഹാലിലെ പുകച്ചിലിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. അപ്പോൾ നിൻ്റെ ആണിപ്പളിലുള്ള കരമൊന്ന് തൊട്ടാൽ മതി, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. എൻ്റെ അപ്പൻ്റെ കാൽവരിക്രൂശിലെ രക്തം ഒരു തുള്ളി മതിയപ്പാ, അത് സകല രോഗങ്ങൾക്കും ഔഷധമായകയാൽ കർത്താവേ നിൻ്റെ മക്കളോട് മനസ്സലിയണം, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ വിടുവിച്ച ദൈവമാ, സൗഖ്യം തിരിച്ചറിഞ്ഞതാ, അതോർത്ത് നന്ദി പറയുക കർത്താവേ. വിശ്വാസത്തോടടിയൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായി കടന്നു വരിക. ഹല്ലേലൂയ. അങ്ങയുടെ പാദപീഠത്തിൽ സൗഖ്യമുണ്ടപ്പാ, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സമൃദ്ധിയുണ്ട്, ദൈവകൃപയുണ്ട്. ആ സൗഖ്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ വിടുവിക്കുന്ന ദൈവമാകിയാൽ ഹൃദയ തകർച്ചയിലായിരിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും വിടുതലിൻ്റെ കരം വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, നന്ദി കർത്താവേ. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, കടഭാരത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. പ്രിയപ്പെട്ടവരുടെ മേൽ നിൻ്റെ കരമൊന്ന് വയ്ക്കണമേ, നിൻ്റെ ദൂതനെ ഒന്ന് ഇറക്കണമേ കർത്താവേ. ആ പ്രയാസ പ്രതികൂലത്തിൻ്റെ നടുവിലൊന്ന് വിടുവിച്ച് മതിയാകും. മനുഷ്യരാൽ അസാധ്യമായതിൻ്റെ ദൈവത്താൽ സാധ്യമെന്ന എൻ്റെ സ്വർഗത്തിലെ ദൈവം കാലതാമസം കൂടാതെ വിഷയത്തിന്മേൽ മറുപടി ഇറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളോട് കരുണ തോന്നേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണമായും വിടുവിക്കണമേ അപ്പാ. നീ ആരും നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഇഷ്ടപ്പെടുന്ന ദൈവമല്ലല്ലോ. പ്രിയപ്പെട്ടവരെ വിടുവിക്കണമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിടുവിക്കണമേ. മദ്യപാനത്തിന് പൂർണ്ണമായൊരു വിടുതൽ നൽകണമേ, മാനസാന്തരം നൽകണമേ കർത്താവേ. അപ്പാ, അതിവേഗം പായുന്ന വചനമയച്ച് സ്വർഗം സന്ദർശിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. കഷ്ടം കൂടാതെ, സങ്കടം കൂടാതെ, ഭാരം കൂടാതെ സ്വർഗത്തിലെ അപ്പാ നീ ഇവിടെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. ആശ്വസിപ്പിക്കണമേ കർത്താവേ. സമാധാനത്തിൽ കാത്തുകൊള്ളണമേ കർത്താവേ. പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ സഹായിക്കണമേ കർത്താവേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. അനുഗ്രഹിച്ച് വഴി നടത്തണമേ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ ഓർക്കുന്നു. കർത്താവ് സഹായിക്കണമേ. വിശ്വസ്തരായിരിക്കാൻ ഇടയാക്കണമേ. ഹാലേ. ഞങ്ങളുടെ ദേശത്തിന് മേൽ സൗഖ്യമയക്കണമേ, സമാധാനമയക്കണമേ. ഞങ്ങളുടെ രാജ്യങ്ങളെയെല്ലാം കാത്തുകൊള്ളണമേ. ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ. ആമേൻ. ഹാലേലൂയ. നിൻ്റെ സമാധാനത്താൽ ഞങ്ങളെല്ലാം നിറയ്ക്കണമേ കർത്താവേ.
അപ്പോൾ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ അവരെ ജീവിപ്പിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ ജീവനും ചൈതന്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളായി മാറുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യം വരെയും ഞങ്ങളാലാവോളം കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.